ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ചരിത്രം തിരുത്തി കുറിക്കുക, അല്ലെങ്കിൽ ചരിത്രത്തോട് മുഖം തിരിക്കുക. ഇന്നത്തെ മലയാള മനോരമയിലെ സ്പോർട്സ് പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തുടങ്ങുന്നത് ഈ വരികളുമായിട്ടാണ്. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരിക്കുന്ന മൾഡർ 367 റൺസ് എടുത്ത് തൻ്റെ ടീമിൻ്റെ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത്, ബ്രയാൻ ലാറ എന്ന് പറയുന്ന ഇതിഹാസ താരം 400 റൺസിന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര റെക്കോർഡെന്ന് പറയുന്നത്. 367 റൺസ് എടുത്ത മൾഡറിന് വളരെ ഈസി ആയിട്ട് ആ റൺസ് മല കടക്കുവാനായിട്ട് കഴിയും. പക്ഷേ തൻ്റെ മുൻഗാമിയായിരിക്കുന്ന, വളരെ സീനിയറായിരിക്കുന്ന ബ്രയാൻ ലാറയുടെ റെക്കോർഡ് തിരുത്തി കുറിക്കേണ്ട, അത് ചരിത്രത്തിൻ്റെ ഭാഗമായി അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. നാം ചെയ്യാത്ത, നാം ചിന്തിക്കാത്ത, നാം തയ്യാറാകാത്തൊരു കാര്യം മൾഡർ ചെയ്തു. അതിന് ധൈര്യം വേണം. ഒരാളെ കൊല്ലാനോ ഒരാളെ ആക്രമിക്കാനോ ഒരാളെ അപവാദം പറയുവാനോ ഉള്ള ധൈര്യമല്ല ഇത്. അസാധാരണമായ ഒരു ധൈര്യമാണ്. നമുക്ക് മുൻപേ പോയ, അല്ലെങ്കിൽ അപരൻ്റെ വിജയത്തെ മുൻതൂക്കം നൽകിക്കൊണ്ട്, അപരൻ്റെ വിജയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ വിജയത്തെ മാറ്റിവെക്കാൻ കഴിയുക എന്നുള്ളതൊരു വലിയ അപാര ധൈര്യത്തിൻ്റെ കാര്യമാണ്. പലരും പലയിടങ്ങളിൽ മറ്റുള്ളവരെ തോൽപ്പിച്ച് വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിജയത്തിനകത്ത് സന്തോഷിച്ച് വിജയിക്കുവാൻ കഴിയുന്നവരായി നാം മാറ്റപ്പെടുമ്പോഴാണ് ഈ ഭൂമി ഏറ്റവും മനോഹരമായി മാറുന്നത്. അതുകൊണ്ട് പ്രിയരെ, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, അവനോ വളരണം, ഞാനോ കുറയണം എന്ന് പറയാൻ. നാം കുറയുക എന്നതൊരു പരാജയമല്ല, അതൊരു വിജയമാണ്. നമ്മുടെ അരമനാഥൻ വളരണം, മറ്റുള്ളവർ വളരണം. നമുക്ക് മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടി നമുക്ക് കുറയാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.